ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഓണം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പ്രവർത്തനം 3 മുതലുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കൂ, മൂന്നാമത്തെ പ്രവർത്തനം എന്താണ് നോക്കൂ. ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. എന്നിട്ട് താഴെ തന്നിട്ടുള്ള ചിത്രം നോക്കി അതേ അളവിൽ വരയും വട്ടവും വരയ്ക്കുക. എന്നിട്ട് എ കേന്ദ്രമായും ബി കേന്ദ്രമായും ഇതേ വലിപ്പമുള്ള 2 വട്ടങ്ങൾ കൂടി വരയ്ക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എ ബി എന്ന് പറഞ്ഞൊരു ലൈന് 6 സെൻറ്റിമീറ്റർ നീളത്തിൽ വരയ്ക്കണം അല്ലേ. സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് എ ബി എന്ന് പറഞ്ഞൊരു ലൈന് 6 സെൻറ്റിമീറ്ററിൽ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ആ ലൈന് 6 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുക. അതിൻ്റെ പകുതി എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ സ്കെയിൽ പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ എന്ന് ഒരു 3 സെൻറ്റിമീറ്ററിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ അതെന്തായിരിക്കും? ആ ഒരു ലൈനിൻ്റെ സെൻറ്റർ ആയിരിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു വൃത്തം വരയ്ക്കണം അല്ലേ. ആ വൃത്തത്തിൻ്റെ ഉള്ളിലാവണം എന്ത്? എയും ബിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഒരു കോമ്പസും പെൻസിലൊക്കെ എടുത്തിട്ട് കോമ്പസിൽ ഒന്നുകിൽ നമ്മൾ 3 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക. അതല്ലെങ്കിൽ ആ ഒരു സെൻറ്ററിന്ന് അല്ലേ, ആ ഒരു മധ്യത്തിലുള്ള ആ ഒരു ബിന്ദുവിന്ന് എ വരെയുള്ളത് നമ്മൾ കോമ്പസിൽ അളന്നെടുത്തിട്ട് അതിങ്ങനെ വരച്ചു കൊടുത്താൽ എന്താവും? നമുക്ക് ആ എയും ബിയും ജോയിൻ്റ് ആയിട്ട് വരുന്ന ഒരു സർക്കിൾ, ഒരു വൃത്തം നമുക്ക് കിട്ടും അല്ലേ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? എയിലും അതുപോലത്തെ ഒരു വൃത്തം വരയ്ക്കണം, ബിയിലും അതുപോലത്തെ വൃത്തം വരയ്ക്കണം. രണ്ടിൻ്റെ അളവ് എന്ത് തന്നെ ആയിരിക്കണം? ഈ ഒരു വൃത്തത്തിൻ്റെ അതേ അളവ് തന്നെ ആയിരിക്കണം. അപ്പം അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ എ എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റിൽ കോമ്പസിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ ആ സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഇതിൽ. അപ്പോൾ ആ 3 സെൻറ്റിമീറ്ററിൽ അളന്ന് മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നോ? അതുവരെയുള്ളത് എടുക്കുക. അതായത് 3 സെൻറ്റിമീറ്ററിൽ കോമ്പസിൽ നമ്മൾ അളന്നെടുക്കുക. എന്നിട്ട് നമുക്ക് ആ വശത്തും ബിയിലും 2 ഭാഗത്തും ഓരോ വൃത്തം വരയ്ക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ബിയിലൊരു വൃത്തം വരയ്ക്കാം. അതേ അളവിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുക? എയിലും ഒരു വൃത്തം വരയ്ക്കുക അല്ലേ. അപ്പോൾ 3 വൃത്തങ്ങളും എന്തായിരിക്കും? ഒരേ അളവിൽ കിട്ടും നമുക്ക്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ പ്രവർത്തനം ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. 5386നെ 6ൻ്റെ മടങ്ങും മിച്ചവുമായി എഴുതുക. 6 കൊണ്ട് ഹരിച്ചാൽ മിച്ചം വരാത്ത 5386നോട് തൊട്ടടുത്തുള്ള സംഖ്യ ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്തിരുന്നത് നിങ്ങൾ ഓർക്കണില്ലേ? എങ്ങനെയാണ്? ആദ്യം ഇങ്ങനെ കള്ളികൾ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ 5386 എന്നും മുകളിൽ 6 എന്നും എഴുതുക അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി 5386 എത്ര 6 ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഏതെങ്കിലും എളുപ്പമുള്ളൊരു സംഖ്യ എഴുതാം. അപ്പോൾ ഏത് സംഖ്യ കൊണ്ട് വേണമെങ്കിലും ചെയ്യാം. കുറച്ച് വലിയ സംഖ്യ എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തീരും, അല്ലെങ്കിൽ കുറേ കള്ളി വരച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു 800 നിങ്ങൾക്ക് ഏത് സംഖ്യ വേണമെങ്കിലും എടുക്കാം കേട്ടോ. 100, 200, 300 ബാക്കി എത്രയാണോ വരുന്നത് അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തത് ആഡ് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് ആൻസർ ഒന്ന് തന്നെയാണ് കിട്ടുക. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു സംഖ്യ, അതായത് ഒരു 800 കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ കള്ളിയുടെ വലത് ഭാഗത്തായിട്ട് 800 × 6 എത്രയാണെന്ന് നോക്കണം അല്ലേ. 800 × 6 എത്രയാണ്? 8 × 6 എത്രയാണ്? 48 അല്ലേ. 48 എഴുതിയിട്ട് 2 പൂജ്യം, 800ലുള്ള 2 പൂജ്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ 4800 എന്ന് കിട്ടും. അപ്പോൾ 800 × 6 4800 ആണ്. നമുക്ക് ഗുണിച്ചു നോക്കാതെ തന്നെ എഴുതാൻ പറ്റൂ അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആ 4800 എന്നുള്ളത് കള്ളിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കണം. അങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5386 ഈ 4800 കുറച്ചിട്ട് ബാക്കി എത്രയാണോ അത് താഴെയുള്ള കള്ളിയിൽ എഴുതി കൊടുക്കണം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 586 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 586 എന്നുള്ളത് നമുക്ക് താഴെയുള്ള കള്ളിയിൽ എഴുതിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി വേറൊരു സംഖ്യ, അതായത് നമ്മൾ കുറച്ചുകൂടെ ചെറിയ 800 എന്നുള്ളതിലേറെ കുറച്ചുകൂടെ ചെറിയ സംഖ്യ കൊണ്ട് ഒന്ന് ചെയ്ത് നോക്കണം. അതായത് 586 ഇനി എത്ര 6 ഉണ്ട് എന്നാണ് നോക്കുന്നത്. ഞാനൊരു 90 കൊണ്ട് നോക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം എത്ര വരും എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി. 90 തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഏത് സംഖ്യയാണോ എളുപ്പമായിട്ട് ചെയ്യാൻ കഴിയുന്നത് ആ ഒരു സംഖ്യ ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 90 എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞാനൊരു 90 വെച്ചിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ കള്ളിയുടെ ഇടത് ഭാഗത്ത് 90 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 90 × 6 എത്രയാണെന്നുള്ളത് കള്ളിയുടെ വലത് ഭാഗത്ത് എഴുതണം അല്ലേ. 90 × 6 എത്രയാണ്? 9 × 6 എത്രയാണ്? 9 6 54 നമുക്കറിയാം അല്ലേ. അപ്പോൾ 90 × 6 എത്രയായിരിക്കും? ആ 90ലുള്ള ഒരു പൂജ്യം കൂടെ ഇട്ട് കൊടുത്താൽ മതി. അതായത് 540 എന്ന് കിട്ടും. 90 × 6 എന്ന് പറയുന്നത് 540 ആണ്. ആ 540 എന്നുള്ളത് നമുക്ക് കള്ളിയുടെ ഉള്ളിൽ ഒന്നുകൂടെ എഴുതി കൊടുക്കണം. അതായത് 586ൻ്റെ താഴെയായിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്താൽ 540 എന്ന് എഴുതാം.
ഇനി നമ്മൾ 586 540 കുറച്ചിട്ട് ബാക്കി എത്ര ഉണ്ട് നോക്കുക അല്ലേ. അപ്പോൾ 586 540 കുറക്കുമ്പോൾ എത്രയാണ്? 46 എന്ന് കിട്ടും. അപ്പോൾ നമ്മളത് താഴെയുള്ള കള്ളിയിൽ എഴുതണം. ഇനി 46 എത്ര ആറുണ്ട് നോക്കണം അല്ലേ. 46 എത്ര ആറാണുള്ളത്? എന്തായാലും 7 ആറില്ലേ. അപ്പോൾ നമുക്ക് 7 കൊണ്ട് ആദ്യം ചെയ്യാം. എന്നിട്ട് കള്ളിയുടെ ഇടത് ഭാഗത്ത് നമ്മൾ 7 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക? വലതു ഭാഗത്ത് 7 6 എത്രയാണെന്ന് എഴുതണം അല്ലേ. 7 6 എത്രയാണ്? 7 6 42 അല്ലേ. അപ്പോൾ അത് കള്ളിയുടെ വലതു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. 7 6 42 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ആ 42നെ നമ്മൾ വീണ്ടും ആ കള്ളിൻ്റെ ഉള്ളിൽ എഴുതണം അല്ലേ. ആ 46ൻ്റെ താഴെയിട്ട് 42 എന്ന് എഴുതി കൊടുക്കണം. അതിനുശേഷം 46 42 കുറക്കുക അല്ലേ. 46 42 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 4 എന്ന് കിട്ടും. ഇനി അതിൽ 6 പോകുമോ? ഇല്ല. 6 പിന്നെ 6നേക്കാളും ചെറുതാണ് എന്ത്? 4 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ 6 പോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണ്? ഇതിൻ്റെ മിച്ചം ആണ് എന്ത്? ഈ 4 എന്ന് പറയുന്നത്. ഇനി നമ്മളതിൽ എത്ര 6 ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു 800 കിട്ടി, പിന്നെ ഒരു 90 കിട്ടി, പിന്നെ ഒരു 7 കിട്ടിയില്ലേ. അങ്ങനെ മൊത്തം എത്ര കിട്ടിയിട്ടുണ്ട്? 897 കിട്ടിയിട്ടുണ്ട്. അപ്പം മടങ്ങാണ് എന്ത്? 897 എന്ന് പറയുന്നത്. അപ്പോൾ 897 എന്ന് മടങ്ങ് കിട്ടിയിട്ടുണ്ട്. മിച്ചം എന്ത് കിട്ടിയിട്ടുണ്ട്? 4 എന്നും കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് ശരിയാണോ നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ 897നെ 6 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് മിച്ചമുള്ള 4 അത് അതിലേക്ക് കൂട്ടും കൂടെ ചെയ്യുക. അപ്പോൾ എത്രയാണ് കിട്ടുക? ഈ നമുക്ക് ആ ചോദ്യത്തിൽ തന്നിട്ടുള്ള അതായത് 5386 നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളോട് എന്താ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്? മടങ്ങും മിച്ചമായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മടങ്ങ് സമം 897 എന്നും മിച്ചം സമം 4 എന്നും നമുക്ക് എഴുതാൻ പറ്റും. ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഇല്ലേ. എന്താണ്? 5386ൻ്റെ തൊട്ടടുത്തുള്ള മിച്ചം 6 കൊണ്ട് ഹരിച്ചാൽ മിച്ചം വരാത്ത സംഖ്യ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. 6 കൊണ്ട് ഹരിച്ചാൽ മിച്ചം വരാതിരിക്കണമെങ്കിൽ എന്തായിരിക്കണം? ആ മിച്ചപ്പം 4 അല്ലേ ഉള്ളത്. അതിക്കൊരു 2 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? 6 എന്നാവില്ലേ. 6 എന്നുള്ളത് അതിൽ പോകും എന്നുള്ളതുകൊണ്ട് മിച്ചം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ആ മിച്ചം എന്നുള്ളതിനെ നമ്മൾ എന്തുകൊണ്ടാണോ 6 കൊണ്ടല്ലേ ഹരിക്കേണ്ടത്. അപ്പോൾ 6 എന്നാവാൻ വേണ്ടി എത്രയാണ് അതിക്ക് കൂട്ടേണ്ടത് നോക്കുക. 2 ആണ്. അപ്പോൾ 5386ക്ക് 2 കൂട്ടി കൊടുക്കുക. അപ്പോൾ 5386ക്ക് 2 കൂട്ടുമ്പോൾ എത്രയാണ്? 5388 എന്ന് കിട്ടും അല്ലേ. അപ്പം നമുക്ക് എന്താണ് ശിഷ്ടം വരാത്ത, അതായത് മിച്ചം വരാത്ത ഒരു സംഖ്യ, 6 കൊണ്ട് ഹരിച്ചാൽ മിച്ചം വരാത്ത സംഖ്യ എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ എന്ത് എഴുതാം? 5388 എന്ന് എഴുതാൻ പറ്റും. ഇനി വേറെ ഏതാണ്? അതിൻ്റെ താഴേക്ക് ആ മിച്ചം ഉള്ള 4 അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാലുള്ളതും എന്ത് തന്നെയാണ്? നമുക്ക് ആൻസർ കിട്ടും. അതായത് പിന്നെ 5386 4 കുറച്ചാൽ അപ്പോൾ എത്ര? 5382 ആയാലും നമുക്ക് ആൻസർ ശരിയാണ്. അതല്ലെങ്കിൽ 5388 ആയാലും ശരിയാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പ്രവർത്തനം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.